ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം എൻഡ് ആകാൻ പോവുകയാണ്. നമുക്ക് ഈ ഒരാഴ്ചയും കൂടി അല്ല ഈ ഒരു മാസം കഴിയാനായിട്ട് നമുക്ക് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത്. അതും ഒരു ഡോജ് ക്യാൻഡിൽ എന്നൊക്കെ പറയാം, ഒരു ജസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ. പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു റേഞ്ചിലാണ്. ഞാൻ പറയാറുണ്ട്, ഒരു കൺസൾട്ടേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഓരോ വീക്കും ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡും കൂടിയുണ്ട്. കൺസൾട്ടേഷനിലാണെന്നുണ്ടെങ്കിലും ഒരു ബിയറിഷ് നമുക്ക് കാണാം. ബിയറിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുള്ളിഷിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഓരോ ആഴ്ചയും നെക്സ്റ്റ് ഫ്രൈഡേ കഴിഞ്ഞ് നെക്സ്റ്റ് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബുള്ളിഷ് ഗ്യാപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ പ്രൈസ് ഒരു ബിയറിഷ് ആയ സമയത്ത് ഒരു ബിയറിഷ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്ക്ലി അനാലിസിൽ എടുത്തു പറഞ്ഞ ട്രേഡാണ്. ഈ ഒരാഴ്ചയും പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബിയറിഷ് ഗ്യാപ്പിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഫ്രൈഡേ ട്രേഡ് എടുത്ത് നോക്കുന്ന റിസ്ക് തന്നെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രേഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യത കൂടുതൽ. നമുക്കത് അങ്ങനത്തെ ഒരു 50-50 ചാൻസ് നമ്മൾ എടുക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ മൺഡേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബിയറിഷ് ഗ്യാപ്പിലേക്കായിരിക്കും ആ ഗ്യാപ്പ് പ്രൈസ് ഫില്ല് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ ഈ ഹൈയും ഇതേപോലെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നു. പക്ഷേ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും ഏകദേശം ഒരു $80 നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് വെച്ചത്. നമുക്കെന്തായാലും ഞാൻ ഓൾറെഡി അത് വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ആ ട്രേഡ് എങ്ങനെയാണ് എടുത്തതെന്ന്, എന്ത് കൺഫർമേഷൻ, ടാർഗറ്റൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതും ട്രേഡ് എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഈ ഒരാഴ്ച എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ മൺഡേ മാത്രമാണ് പ്രൈസ് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ശേഷം പ്രൈസൊക്കെ ഒരു ബിയറിഷാണ്. അതിന് ഇൻസൈഡ് ഒരു റേഞ്ചിൽ തന്നെയാണ്. ഇത്രയും ദിവസം പ്രൈസ് ഒരു കൺസൾട്ടേഷനിൽ നിൽക്കണമെങ്കിലും ജസ്റ്റ് ഒരു ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രൈസ് ഒരു ബിയറിഷിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലേക്ക്, അതായത് ഗോൾഡിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതൊരു നല്ലൊരു ഡിസ്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ വീണ്ടും പ്രൈസ് ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഈ കാണുന്നത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിലും ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഒരു കൺസൾട്ടേഷൻ നിൽക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ട്രേഡ്സുകളൊന്നും ഉണ്ടാകാറില്ല. ചെറിയ ചെറിയ ട്രേഡുകളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് എന്തായാലും പരമാവധി നമുക്ക് സെല്ലൊക്കെ ഒരുപാട് ട്രേഡ് സെല്ല് കിട്ടി, നല്ല ലിക്വിഡിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞ് ബൈയും സെല്ലൊക്കെ, പക്ഷേ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ വെക്കണമെന്ന്. അതിൻ്റെ അകത്ത് നമുക്ക് സെല്ലെടുത്തതൊക്കെ പലതും ടാർഗറ്റിലേക്കാണ് ഹിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നല്ല ട്രേഡുകളായിരുന്നു. നമുക്ക് ബൈ എടുത്ത കണ്ട ഈ ഒരു എൻട്രി കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതായിരുന്നു അതിൻ്റെ മെയിൻ ടാർഗറ്റ്. പക്ഷേ അത് ഹിറ്റ് ചെയ്യാതെയാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്. അതിനുശേഷം നമുക്ക് സെല്ലൊക്കെ നല്ല ട്രേഡുകളും ബൈയിലും നല്ല ട്രേഡുകൾ കിട്ടി. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ടാർഗറ്റ് അടിക്കുകയുള്ളൂ, മറ്റേ സൈഡിലേക്ക് ബ്രേക്ക് ഈവൻ ആയിരുന്നു ഇടിച്ചത്. ഈ ട്രേഡുകളൊന്നും സ്റ്റോപ്പ് ലോസ് അല്ല, എല്ലാം ബ്രേക്ക് ഈവനുകളായിരുന്നു ഹിറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീക്കും നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒരു ബിയറിഷും ബുള്ളിഷിലേക്കും ഉണ്ടാകും. രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. സെല്ലിലേക്ക് കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ നോക്കുക 2 ദിവസമായിട്ട് പ്രൈസ് ചിലപ്പോൾ സെല്ലിലേക്കാണ് കൂടുതൽ മൂവ് ചെയ്യണമെങ്കിൽ പോലും പിന്നത്തെ 2 ദിവസം പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുക. അതുകൊണ്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാതെ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. സെക്ഷൻ്റെ ട്രേഡുകൾ എടുക്കുക. 50 മിനിറ്റിൻ്റെ ഇൻറ്റേർണൽ, 1 ഹവറിൻ്റെ ഇൻറ്റേർണലൊക്കെ നോക്കി ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇത് തന്നെയുണ്ട്. ഇപ്പോൾ വാറിൻ്റെ കാര്യം അറിയാം, ഓരോ സമയത്ത് ഓരോ ന്യൂസുകൾ വരുന്നത് കൊണ്ട് തന്നെ അത് നല്ലൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ് ആ സമയത്ത് തന്നെ. അതായത് മറ്റുള്ള പേഴ്സും, അതായത് കറൻസി പേഴ്സും ഗോൾഡും എല്ലാം ഒരേപോലെ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ സമയങ്ങളിൽ നിന്നൊക്കെ പരമാവധി ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാത്ത ട്രേഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതേപോലെയുള്ള ഒരുപാട് ട്രേഡുകളാണെങ്കിലും ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചെറിയ $10, $20, $30 മൂവ്മെൻറ്റ്സ് ആയിരിക്കും. 30 വരെയൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ടാർഗറ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു 50-100 പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ $100 മൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു രീതിയിലത്തെ ട്രേഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഇവനും സ്റ്റോപ്പ് ലോസും ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വീക്ക് ലോസ് ആയിരിക്കും ഉണ്ടാകണം. ഒരു $10-20 മൂവ്മെൻറ്റ്സാണ് നിങ്ങൾ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനെപ്പോഴും പറയുന്നതാണ്, ഓരോ മാർക്കറ്റിനനുസരിച്ചുള്ള ടാർഗറ്റുകളും ട്രേഡുകളും പിക്ക് ചെയ്യുന്നതാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നും എല്ലാ വീക്കിലും പ്രോഫിറ്റിൽ പോകുന്നത്. നമുക്ക് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി നല്ല ബുള്ളിഷായിരുന്നു. ഈ ഒരു മാസം തന്നെ, ഈ ഒരു മന്തിൻ്റെ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാസം തന്നെ ബ്രിട്ടീഷ് പൗണ്ട് നല്ലൊരു ബുള്ളിഷിലേക്കാണ് മൂവ് ചെയ്തത്. നമുക്ക് മന്തിൻ്റെ ക്യാൻഡിലേക്ക് വരാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ 2 മാസം നല്ല പ്രൈസ് നല്ല ബിയറിഷിലേക്കായിരുന്നു.
അതിനുശേഷം പ്രൈസ് പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ നെക്സ്റ്റ് വീക്കുകളിലേക്ക് വരുമ്പോൾ പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയും കൂടും. 3 ആഴ്ചയായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നു. നമുക്ക് ഈ മന്തിൻ്റെ ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും പറയാം, വീക്കിൻ്റെ ക്യാൻഡിൽ വെച്ച് നോക്കാൻ വേറെ ഒന്നും പറയാനില്ല. ഡേയുടെ ആണെന്നുണ്ടെങ്കിലും 5 ഡേയ്സ് ആണെങ്കിൽ അതേ റേഞ്ചിൽ തന്നെയാണ്. ഫ്രൈഡേയിലത്തെ ക്യാൻഡിൽ മാത്രമേ വലിയ ക്യാൻഡിലുള്ളൂ, ബാക്കിയെല്ലാം ആ ഒരു ഫ്രൈഡേയിലത്തെ ക്യാൻഡിലിൻ്റെ അതിനേക്കാളും മൂവ്മെൻറ്റ്സ് കുറവുള്ളതായിരുന്നു. റേഞ്ചിൽ തന്നെ ഒരു ബിയറിഷിലേക്ക് മൂവ് ചെയ്തെങ്കിലും ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയായിരുന്നു. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും ഡേയുടെ ഒരു ഓബിയിൽ നിന്നുള്ള പ്രൈസിൻ്റെ റിയാക്ഷനാണ് ചിലപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാതെ പ്രൈസ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഇംബാലൻസ് ഒക്കെ പ്രൈസ് കന്ന് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഗോൾഡ് താഴേക്ക് പോകാനാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രിട്ടീഷ് പൗണ്ട് ആ ദിവസങ്ങളിൽ താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 4 ഹവറിൻ്റെ ഡിസിഷൻ ഓപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ സെക്ഷൻ്റെ 2 സൈഡിലേക്കും ട്രേഡുകൾ എടുക്കാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ 1 ഹവറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേഞ്ച് തന്നെയാണ് കുറേ നാൾക്ക് ശേഷമായിട്ട് നമുക്ക് അതിന് ശേഷം 13 ഏപ്രിലിന് ശേഷം പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളും തന്നിട്ടില്ല. ലിക്വിഡിറ്റി മാത്രമാണ് പ്രൈസ് എടുത്തിരിക്കുന്നത്. പ്രൈസ് ഇനിയും കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ പ്രൈസ് വീണ്ടും ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഞാൻ 2 സൈഡിലേക്കും കറൻസികളാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലേക്കും ട്രേഡുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗോൾഡിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്. 2 സൈഡിലേക്കും ഒരു റേഞ്ചിലായതുകൊണ്ട് തന്നെ 2 സൈഡിലേക്കും ട്രേഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ റെഗുലർ പ്രോഫിറ്റിൽ പോകാനുള്ള സാധ്യത കുറവ്. ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോസ് ഉണ്ടാകാനും പിന്നീട് നിങ്ങൾ ആ ഒരു ഇപ്പോൾ പ്രൈസ് ബുള്ളിഷിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല്ലാണ് എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ കുറേ നാൾ സെല്ല് നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാൻ തുടങ്ങും. മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങൾ സെല്ലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ബുള്ളിഷിൽ നിങ്ങൾ സെല്ലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ബൈ എൻട്രി എടുക്കുമ്പോൾ പ്രൈസ് എന്താവും നേരെ ബിയറിഷ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ബൈ എൻട്രി എടുക്കും. അപ്പോൾ വീണ്ടും ലോസ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മാത്രം ട്രേഡ് എടുത്തു പോവുക. നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ടതുപോലെ തന്നെ മന്തൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീക്ക് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് യൂറേസ്റ്റ് നിൽക്കുന്നത് അല്ലേ. ഒരു 5 ദിവസം എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഒരു ബിയറിഷിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ ഫ്രൈഡേ അതിൻ്റെ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രൈസ് ഒരു ഡേയുടെ ഡിസിഷൻ ഓബിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള റിയാക്ഷനാണ് പ്രൈസ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഓബി റിയാക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ലോയൊക്കെ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതും പറഞ്ഞ് നിങ്ങൾ സെല്ല് തന്നെ നോക്കരുത്, ബൈയിലേക്ക് കിട്ടുന്ന സാധ്യതകളും പരമാവധി യൂസ് ചെയ്യുക. ഇപ്പോൾ 1 ഹവറിൻ്റെയൊക്കെ ബിയറിഷ് ചേഞ്ച് ഓഫ് കെയർ ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ നോക്കേണ്ട എങ്ങനെ ഈ ഹൈക്ക് ഐഡിയും ഇതാണ്. ഇവിടെ ഒരു ഡിസിഷൻ ഓബി ചെയ്യുന്നുണ്ട്, ആ ഡിസിഷൻ ഓബി ചെയ്യുന്നതാണ് പ്രൈസ്. ആ ഓബി ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ റേഞ്ചിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള ട്രേഡ്സുകളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പ്രോഫിറ്റിൽ പോകാനും ലോസ് ഉണ്ടാകാതെ ഒരു വീക്ക്ലി ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകാം. മന്തിൻ്റെ ഒരു ഓബിയിൽ വന്ന് റിയാക്ട് ചെയ്ത് നിൽക്കുന്ന 4 മാസമായി അതേ പൊസിഷനിൽ തന്നെ ആ റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഡെയിലി നോക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ബുള്ളിഷാണ്, എന്നാൽ ഇതിൻ്റെ ഹൈ ഒക്കെ വീക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ബുള്ളിഷാണ്. എന്നാൽ ഇതിൻ്റെ ഹൈ കഴിഞ്ഞ ആഴ്ച ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീണ്ടും പ്രൈസ് കയറാതെ ആ ഒരു പൊസിഷനിൽ റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി വെച്ച് കഴിഞ്ഞാൽ ഡേയുടെ ഐഡിയം എടുത്തു, അതേപോലെ മേജർ ഹൈ ലിക്വിഡേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഫ്രൈഡേ നിന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഫ്രൈഡേ ഡേയുടെ മേജർ ഹൈ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് ആ റിയാക്ഷൻ പക്ഷേ വളരെ വലിയ റിയാക്ഷൻ കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കറൻസികളൊക്കെ ബുള്ളിഷ് ആയതുകൊണ്ടും ഇത് ടെക്നിക്കൽ പരമായിട്ട് ബിയറിഷിലേക്ക് വരേണ്ട ഒരു പൊസിഷനിലായതുകൊണ്ട് ആ റേഞ്ചിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഈ പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയ ധൈര്യമായിട്ട് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈ ടൈം ഫ്രെയിമൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്നുള്ള പൊസിഷനൊക്കെ നിങ്ങൾ ബൈ എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക സെക്ഷനൊക്കെ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.